അളിയ ആകെ കുഴയുന്ന ലക്ഷണമാണ്. അബോർട്ട് ചെയ്യാൻ ശ്രീദേവി സമ്മതിക്കുന്നില്ല. ഞാൻ അവളെ കെട്ടണമെന്നാ പറയുന്നു. അവൾ ബാങ്കിൽ കയറി വന്ന് എന്നെ നാറ്റിക്കുമെന്നാ തോന്നുന്നു. നീ എന്നെ ഒന്ന് രക്ഷിക്കണം. നീ പേടിക്കണ്ടളിയാ. ഗർഭം ഉണ്ടെന്ന് വെച്ച് എല്ലാരെയും കെട്ടാൻ പറ്റുമോ? നിന്നെ നാറ്റിക്കുന്നേക്ക് മുമ്പ് അവളെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നിനക്ക് സതീഷിനെ തന്നെ വിവാഹം കഴിക്കില്ല ലേഡി. നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ കണ്ട സതീഷാണെന്ന് പറഞ്ഞ് ബാങ്കിൽ ചെന്നവനെ നാറ്റുമല്ലേ? അവന് മാത്രം എന്റെ പേരൂടെ നിന്റെ ലിസ്റ്റ് ചേർത്തോ. പിന്നെ നീ ആരുടെ പേര് പറയും? അവന്റെതോ അതോ എന്തോ? ഇത്രയും വലിയ ക്രൂരത ശ്രീദേവിയോട് കാട്ടിയിട്ടും ആ മനുഷ്യനാണ് ശ്രീദേവിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് എന്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞില്ല? കോടതിയിലല്ല, സാക്ഷാൽ ഈശ്വരനോട് പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ആ മനുഷ്യനോട് പക വീട്ടാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. എനിക്കതറിയില്ല. സ്നേഹിക്കാനേ എനിക്കറിയും. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചതും വിശ്വസിച്ചതുമല്ല. കരയാതിരിക്കൂ ശ്രീദേവി, എല്ലാം വിധിയാണ്. മോനെ, ഡാഡി വരട്ടെ? ഡാഡി രാവിലെ എവിടെ പോവാ? ഇന്ന് മോന്റെ മമ്മി വരുന്ന ദിവസമാണ്. ഡാഡി മമ്മിയെ കൊണ്ടുവരാൻ പോവാ. ഞാനും വരുന്നു ഡാഡി, എനിക്കും മമ്മിയെ കാണണോ? അയ്യോ വേണ്ട, മമ്മി ജോലി ചെയ്യുന്ന ഓഫീസില് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. മോന് വന്നോ, ഡാഡി പോയി വിളിച്ചോണ്ടിരാം. കല്യാണമേ, മോനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നിർത്തിയേക്കണം. ഡാഡി പോയി മമ്മി വിളിച്ചോണ്ടിരാം കേട്ടോ. ടാറ്റാ. കയറും. പണിക്കരമ്മാവാ, എന്താ പൂപ്പ? മമ്മിയെ കൊണ്ടുവരാൻ പോയിട്ട് ഡാഡി കാണുന്നില്ലല്ലോ. ആ, ഇപ്പൊ വരും മോനെ. മമ്മി ജോലി ചെയ്യുന്ന ഓഫീസ് വലിയ ഓഫീസാണോ? പിന്നെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ. 10,500 പേര് ജോലി ചെയ്യുന്ന മഹാസ്ഥാപനമാ സെൻട്രൽ ജയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മമ്മി എന്താ ഇതുവരെ മോനെ കാണാൻ വരാഞ്ഞ്? എന്താ അമ്മാവ ഒന്നും മിണ്ടാത്തത്? ഇത് വലിയ ഇടാകൂടെ ആയല്ലോ. സത്യം പറയാഞ്ഞിട്ട് എന്റെ തല കിടന്ന് പുകയുന്നു ഈശ്വര. എന്താ? അതേ, അനിക്കുട്ടന്റെ ഡാഡി അറിഞ്ഞാലേ അമ്മാവന്റെ പണി പോകും. ആ, അതെ, അവര് വന്നല്ലോ. ഇതാണ് മോനെ നിന്റെ മമ്മി. മമ്മി,
മമ്മി ഇനി മോന്റെ കൂടെ എന്നുണ്ടാവോ ഡാഡി? മോൻ വിളിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്, പിന്നെ തിരുത്താൻ പോയില്ല. വരും. വാ മമ്മി. ആ കല്യാണിയമ്മേ, ശ്രീദേവിക്ക് ആ മുറി ഒന്ന് കാണിച്ചു. ശരി. മമ്മിയുടെ മുറി ഞാൻ കാണിച്ചു തരാം. വാ. ശ്രീദേവി, ശ്രീദേവി ഉറങ്ങിയില്ലേ? മോൻ ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നതാ. എന്നും അനിക്കുട്ടൻ എന്റെ കൂടെയാ ഉറങ്ങാറ്. ഇന്ന് മോനില്ലാത്തതുകൊണ്ട് അമ്മയെ കണ്ടപ്പോ ഡാഡിയെ, ഐ മീൻ എന്നെ മറന്നു. ശ്രീദേവി കിടന്നോളൂ. സാർ, എന്താ ശ്രീദേവി? സാർ, എന്നെയും മോനെയും നാളെ രാവിലെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. എങ്ങോട്ട്? ഇത് അനിക്കുട്ടന്റെ വീടാണ്. അവനോടൊപ്പം അവന്റെ അമ്മയ്ക്ക് ഇവിടെ താമസിക്കാം. വേണ്ട സാർ, ഞാനും എന്റെ മോനും സാറിനൊരു ഭാരമാകരുത്. എന്റെ മോനുമായി ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം. 6 വർഷം എന്റെ സ്വന്തം മോനെ പോലെയാണ് അനിക്കുട്ടനെ ഞാൻ വളർത്തിയത്. ആ എന്നെ ഒരു നിമിഷം കൊണ്ട് അന്യനാക്കി മാറ്റരുത്. സാറിനോട് ഞാനും എന്റെ മോനും എന്നും കടപ്പെട്ടവരാണ്. എന്റെ മോനെ ഇരുട്ടറയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കൊലയാളിയുടെ മകനാണെന്ന് അറിയിക്കാതെ വളർത്തിയത് സാറാണ്. ആ നന്ദിയും സ്നേഹവും എനിക്കെന്നും ഉണ്ടായിരിക്കും. ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന എന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചാൽ തകർന്നു വീഴുന്നത് സാറിന്റെ അഭിമാനമായിരിക്കും. നഷ്ടപ്പെടുന്ന എന്റെ അഭിമാനത്തെ ഓർത്ത് ശ്രീദേവി വിഷമിക്കണ്ട. ശ്രീദേവി അനിക്കുട്ടനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ശ്രീദേവിയോട് പോകരുതെന്ന് എനിക്ക് പറയാനാവും. നിർബന്ധിച്ച് ഇവിടെ നിർത്താൻ എനിക്ക് അവകാശമില്ല.